ഞാൻ കാനഡയിൽ ലാൻഡ് ചെയ്തപ്പോഴാണ് ആദ്യമായിട്ട് TFSA എന്ന് കേൾക്കുന്നത്. ആൻഡ് ഐ തോട്ട് ഇറ്റ് വാസ് ജസ്റ്റ് അനദർ സേവിങ്സ് അക്കൗണ്ട്. ദിസ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആക്ച്വലി കോസ്റ്റ് മീ ടൈം ആൻഡ് മണി. സോ ലെറ്റ് മീ എക്സ്പ്ലെയിൻ TFSA the way I wish someone explained it to me. Hi everyone, I'm Avinash. വെൽക്കം ടു അനദർ വീഡിയോ. ഞാൻ 2023 കാനഡയിൽ എത്തിയപ്പോൾ കേട്ട കുറച്ച് ടേംസ് ആണ് TFSA, FHSA, RRSP, RESP എന്നൊക്കെ. സോ TFSA is actually tax free savings account. The name itself is misleading. ഞാൻ വിചാരിച്ചിരുന്നത് ഈ TFSAയിൽ ഇടുന്ന പൈസ നമുക്ക് നമ്മുടെ ഇൻകം ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുമെന്നായിരുന്നു. In other words, I thought this is eligible for tax deduction. In the initial days after reaching Canada, I was more focused on getting a job, getting an accommodation, and getting ourselves settled. And I relied mostly on the traditional methods of saving money. Time passed by, and then came the tax season. That is when I actually thought about tax saving options. അപ്പോഴാണ് TFSA കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. നമുക്ക് ഇതിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ടാക്സ് കുറയ്ക്കാൻ പറ്റുമല്ലോ എന്ന്. ബട്ട് TFSAയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ TFSA കുറിച്ച് കുറച്ചും കൂടെ റിസർച്ച് ചെയ്യാൻ തീരുമാനിച്ച് ഞാൻ ഇറങ്ങി. അങ്ങനെയാണ് TFSAയുടെ ശരിക്കുള്ള ഓപ്പറേഷൻ എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായത്. ആൻഡ് നൗ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഇറ്റ്. കാനഡയിൽ നിങ്ങൾ ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കിയാലും, ബി ഇറ്റ് ത്രൂ യുവർ സാലറി, ത്രൂ റിയൽ എസ്റ്റേറ്റ്, ത്രൂ യുവർ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ്മെന്റ്സ്, ഈവൻ ഇഫ് യു ആർ ഫ്ലിപ്പിംഗ് കാർസ് ആൻഡ് മേക്കിംഗ് മണി, നിങ്ങൾ ഏത് രീതിയിൽ പൈസ ഉണ്ടാക്കിയാലും ആ ഒരു എമൗണ്ട് ടാക്സബിൾ ആണ്. ദാറ്റ് മീൻസ് യു ഓ എ പെർസെൻറ്റേജ് ഓഫ് ദാറ്റ് എമൗണ്ട് ടു ദ ഗവൺമെന്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ്മെന്റ്സ് ത്രൂ പൈസ ഉണ്ടാക്കിയാൽ പോലും നിങ്ങൾ ഗവൺമെന്റിന് ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. കൺസിഡർ ദ കേസ് ഓഫ് എൻ ആവറേജ് സാലറീഡ് എംപ്ലോയി. അവർക്ക് എംപ്ലോയർ ഇൻ ഹാൻഡ് കൊടുക്കുന്ന സാലറി പോലും ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എമൗണ്ട് ആണ്. ഈ ആവറേജ് സാലറീഡ് എംപ്ലോയി അവരുടെ സാലറി ഉപയോഗിച്ച് സ്റ്റോക്സ് ഓർ ബോണ്ട്സ് ഓർ മ്യൂച്വൽ ഫണ്ട്സ് മേടിച്ച് അത് അവർ സെല് ചെയ്ത് അതിൽ നിന്ന് കുറച്ച് റിട്ടേൺസ് ഓർ ഗ്രോത്ത് ഉണ്ടാക്കിയാൽ പോലും ആ റിട്ടേൺസ് ടാക്സബിൾ ആണ്. ആൻഡ് യു വിൽ ഹാവ് ടു പേ ദ ഗവൺമെന്റ് എ പെർസെൻറ്റേജ് ഓഫ് യുവർ പ്രോഫിറ്റ്. ഈ ഗ്രോത്തിൽ ടാക്സ് കട്ട് ചെയ്യാതിരിക്കണമെങ്കിൽ ദേ നീഡ് ടു ഇൻവെസ്റ്റ് ഇറ്റ് ത്രൂ എ ടാക്സ് ഫ്രീ സേവിങ്സ് അക്കൗണ്ട്. നിങ്ങൾ TFSA ത്രൂ ഇൻവെസ്റ്റ് ചെയ്ത് കിട്ടുന്ന ഗ്രോത്ത് എത്രയാണെങ്കിലും നിങ്ങൾക്ക് ആ ഗ്രോത്തിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. യു ക്യാൻ കൺസിഡർ ദ TFSA ആസ് എൻ ഇൻവെസ്റ്റ്മെന്റ് കണ്ടെയ്നർ. CRA cannot tax that growth. That's the real power. And as I mentioned, you can hold stocks, bonds, ETF and mutual fund in them. The only catch is that നിങ്ങൾക്ക് ഒരു കോൺട്രിബ്യൂഷൻ റൂം ഉണ്ടാവും. ആ കോൺട്രിബ്യൂഷൻ റൂമിന്റെ അത്ര മാത്രമേ നിങ്ങൾക്ക് TFSAയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ദ കോൺട്രിബ്യൂഷൻ റൂം ഫോർ TFSA starts when you become a tax resident of Canada and it accumulates every year. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഫ് യു ഓവർ കോൺട്രിബ്യൂട്ട് അതിന് പെനാൽറ്റീസ് ഉണ്ടാവുന്നതായിരിക്കും. Now let's understand the eligibility to start a TFSA. നിങ്ങൾ 18 years of age ആയിരിക്കണം, നിങ്ങൾക്കൊരു SIN നമ്പർ ഉണ്ടായിരിക്കണം, നിങ്ങൾ കാനഡയിലെ ഒരു ടാക്സ് റെസിഡന്റ് ആയിരിക്കണം. Now let's see how to start a TFSA. First step is to choose where you want to open the TFSA. Is it through a bank or would you like to go ahead with an online broker? Some examples are Wealthsimple, Questrade, etc. Next step would be to open your TFSA account, verify your SIN number and link your bank account to fund the TFSA. Next would be to move some of the funds to TFSA. Last step would be to invest the funds. There is no point in leaving that amount as cash in that account. It is very easy to open a TFSA, but അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാനാണ് പാട്. Now I'll tell you what I use my TFSA for. ഞാൻ TFSA യൂസ് ചെയ്യുന്നത് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിന് വേണ്ടിയിട്ടാണ്. ഫോർ മീ മൈ TFSA ഈസ് ഫ്യൂച്ചർ മണി ആൻഡ് ഐ ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ് ഡെയിലി. ഞാൻ എൻ്റെ TFSA കോൺട്രിബ്യൂഷൻസ് ആക്ച്വലി ഓട്ടോമേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ചെക്കിംഗ് അക്കൗണ്ടിൽ നിന്നും എല്ലാ ദിവസവും ഒരു ചെറിയൊരു എമൗണ്ട് TFSAയിലേക്ക് പോകും. ആൻഡ് ആ എമൗണ്ട് TFSAയിൽ ഐദർ ഒരു ETF അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മേടിച്ച് ആൻഡ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു ഹോൾഡ് ഓൺ ടു ടിൽ ഐ നീഡ് ഇറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഞാൻ ആ കൂടെ ചെയ്യുന്നത് ക്വാർട്ടർലി അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നതെന്ന് നോക്കും ആൻഡ് റീബാലൻസ് ചെയ്യണോ എന്ന് നോക്കിയിട്ട് ഞാൻ അത് ചെയ്യും. ആൻഡ് ഐഡ് സേ TFSA is a really good option for young earners, newcomers and long-term investors.
ആൻഡ് ടി എഫ് എസ് ഐയിൽ നമ്മൾ മേടിക്കുന്ന ഓരോ ഇ ടി എഫും ആസ് ടൈം പാസസ് ബൈ അത് കോമ്പൗണ്ട് ചെയ്യും ആൻഡ് അതിൽ ജനറേറ്റ് ചെയ്യുന്ന ഡിവിഡൻഡ് അത് അതിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യും ആൻഡ് ഇറ്റ് ക്രിയേറ്റ്സ് എ സ്നോബോൾ എഫക്ട്. സോ ടൈമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഇൻവെസ്റ്റേഴ്സിന്റെ ഇടയിലുള്ള ഒരു കോമൺ സേ ആണ് ദ ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് വാസ് യെസ്റ്റർഡേ ആൻഡ് ദ നെക്സ്റ്റ് ബെസ്റ്റ് ടൈം ടു ഇൻവെസ്റ്റ് ഇസ് ടുഡേ. സോ ടൈം കളയണ്ട, ഗോ ഹെഡ് ആൻഡ് സ്റ്റാർട്ട് യുവർ TFSA ആൻഡ് സ്റ്റാർട്ട് യുവർ ഇൻവെസ്റ്റ്മെന്റ് ജേർണി. ഇഫ് ഐ കുഡ് ഗോ ബാക്ക് ഇൻ ടൈം ടു മൈ ഇനീഷ്യൽ ഡേയ്സ് ഇൻ കാനഡ, എനിക്ക് ജോലി കിട്ടി, നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് ഒരു TFSA അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിലേക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. നിങ്ങൾക്ക് TFSAനെ കുറിച്ച് ഇനിയും ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ആൻഡ് ഞാൻ എൻ്റെ TFSAയിൽ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്സ് അല്ലെങ്കിൽ ഷെയർസ് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ comment section. And if you like this video, please share, subscribe, like and comment. I'll see you in the next video.